8.5 കോടി മുടക്കിയ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതി 3 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും പൂർത്തിയാക്കാതെ കാടുകയറി നശിക്കുന്നു. യന്ത്രസാമഗ്രികൾ തുരുമ്പെടുത്ത് തീർന്നു. മോട്ടോറുകളടക്കം മോഷ്ടാക്കളും അപഹരിച്ചു. പദ്ധതിക്കായി മുടക്കിയ കോടികളെക്കുറിച്ചോ കരാറുകാരനെക്കുറിച്ചോ അധികൃതർക്കും അറിവില്ല. ഇടുക്കി വണ്ടൻമേട്ടിലാണ് ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കേണ്ട പദ്ധതി എങ്ങുമെത്താതെ കാടുകയറി നശിക്കുന്നത്. ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ അധികൃതരുടെ അനാസ്ഥ എത്രത്തോളം എന്നതിന്റെ തെളിവാണ് വണ്ടൻമേട്ടിൽ കാട് കയറി നശിക്കുന്ന കോടികൾ മുടക്കിയ ഈ കെട്ടിടവും ടാങ്കും അനുബന്ധ ഉപകരണങ്ങളും. 1995 പദ്ധതി ആരംഭിക്കുന്നത്. വണ്ടൻമേട് പുതുവയലിൽ ചെക്കുട നിർമ്മിച്ച് ഇവിടെ നിന്നും വെള്ളം പമ്പ് ചെയ്ത് 2 കിലോമീറ്റർ അകലെയായി നിർമ്മിച്ചിരിക്കുന്ന ശുദ്ധീകരണ യൂണിറ്റിലെത്തിച്ച് ഇവിടെ നിന്നും വണ്ടൻമേട് ചക്കുപള്ളം പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് വരുന്ന കുടുംബങ്ങളിലേക്ക് എത്തിക്കുന്നതിനായിരുന്നു പദ്ധതി. ഇതിനായി ആദ്യം 3.5 കോടിയും പിന്നീട് 5 കോടിയും ചെലവഴിച്ചതായാണ് വിവരം. പുതുവയലിൽ ചെക്കിട നിർമ്മിക്കാൻ നിശ്ചയിച്ചിരുന്ന സ്ഥലത്ത് പമ്പ് ഹൗസ് സ്ഥാപിച്ച് ഇവിടെ നിന്നും ശുദ്ധീകരണ യൂണിറ്റിലേക്ക് പൈപ്പുകളും സ്ഥാപിച്ചു. എന്നാൽ ഇതിനുശേഷം ചെക്കിട നിർമ്മിക്കുകയോ യൂണിറ്റിലേക്ക് ഒരു തുള്ളി വെള്ളം എത്തിക്കുകയോ ചെയ്തില്ല. 2 പഞ്ചായത്തുകളിലെ ആളുകൾ നിരവധി സമരങ്ങൾക്കും നേതൃത്വം നൽകി. എന്നിട്ടും അധികൃതർ കണ്ട ഭാവമില്ല. പഞ്ചായത്ത് ചോദിച്ചാൽ പഞ്ചായത്തിൽ പറയത്തില്ല, ബ്ലോക്കിൽ പറയത്തില്ല, ജില്ലയിൽ പറയത്തില്ല, MLA ചോദിച്ചാൽ MLAക്ക് പറയത്തില്ല. വെള്ളം പോലും എത്തിക്കാതെ 8.5 കോടി രൂപ, അതായത് റോഡിൻ്റെ എല്ലാ വശങ്ങളിലൂടെ പൈപ്പ് കുഴിച്ചിട്ടെന്നറിയാം. ഇവിടെ കുറച്ച് ബിൽഡിങ്ങുകൾ പണിതു, ഇങ്ങനെ സാധനങ്ങളുണ്ട് എന്നുള്ളതല്ലാതെ യാതൊരു ചെയ്യാൻ പറ്റിയിട്ടില്ല. ജനങ്ങളെ കൂട്ടി വലിയൊരു പ്രക്ഷോഭം തന്നെ നടത്താനായിട്ട് നാട്ടുകാർ തീരുമാനിച്ചിരിക്കുകയാണ്. ശുദ്ധീകരണ യൂണിറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന മോട്ടോറുകളെല്ലാം മോഷ്ടാക്കൾ അപഹരിച്ചു. കാട് കയറി മൂടിയ കെട്ടിടവും കാലിയായ വലിയ ടാങ്കും ഇന്ന് ചീട്ടുകളി സംഘങ്ങളുടെയും സാമൂഹിക വിരുദ്ധന്മാരുടെയും താവളമായി മാറിയിരിക്കുകയാണ്. പദ്ധതിക്കായി ഏറ്റെടുത്തിരിക്കുന്ന സ്ഥലത്ത് കയ്യേറ്റം നടന്നിട്ടുള്ളതായും ആരോപണമുണ്ട്. പദ്ധതി നടത്തിപ്പിൽ കോടികളുടെ അഴിമതി ഉണ്ടെന്നാണ് ഉയരുന്ന ആരോപണം. അതുകൊണ്ട് തന്നെ പദ്ധതി പൂർത്തീകരിക്കുന്നതിനും അഴിമതി സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നതുമാണ് ഇപ്പോൾ പൊതുപ്രവർത്തകരടക്കം ആവശ്യപ്പെടുന്നത്. സിറ്റി വിഷൻ, വണ്ടൻമേട്.